ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റോഡ് ഫ്രം യൂണിവേഴ്സ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നൊരു പുതിയ റീഡിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ അതിനു മുന്നേ എനിക്ക് പറയാനുള്ള ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഇപ്പോൾ നമ്മൾ കുറേ നോക്കിയിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ തേർഡ് പാർട്ടി നോക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണിൻ്റെ നിങ്ങളുടെ ഫീലിങ്സ് അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ. സോ ഇന്ന് ഞാൻ അതിന് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത്. നിങ്ങളുടെ ലൈഫിലെ നെക്സ്റ്റ് സ്റ്റേജ് എന്താണ്, നിങ്ങൾ എന്തിലൊക്കെ ജാഗ്രതയായിരിക്കണം, നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ വൈസ് പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ഫ്യൂച്ചർ അല്ല, അത് നമുക്ക് ഒരിക്കലും ഡയറക്റ്റ്ലി പറയാൻ പറ്റില്ല. ഒരു നിയറസ്റ്റ് ആയിക്കോട്ടെ, നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന കാര്യങ്ങളായിക്കോട്ടെ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് ഇന്നത്തെ റീഡിങ്ങിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്. കാരണം കൂടുതലും റിലേഷൻഷിപ്പിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്കും അറിയണമല്ലോ നിങ്ങളുടെ ലൈഫ് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളൊരു അറിവ് നിങ്ങൾക്ക് വേണമല്ലോ. സോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു റീഡിങ് ചെയ്യാമെന്ന് കരുതിയത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്തെന്ന് പറയുന്നത്, നിങ്ങൾ വളരെയധികം ഇത് കാണുന്ന ഏകദേശം ഒരുപാട് ആൾക്കാർ വളരെയധികം ഇൻറ്റ്യൂട്ടീവായിട്ടുള്ള വ്യക്തികളാണ്. നിങ്ങൾക്ക് നല്ല ഇൻറ്റ്യൂഷൻ ദൈവം തന്നിട്ടുണ്ട്. യൂണിവേഴ്സിൻ്റെ ഒരുപാട് അനുഗ്രഹമുണ്ട്. അതായത് യൂണിവേഴ്സ് പോലും ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഡിവൈൻ ബ്ലെസ്സിങ്സ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരെ ഞാൻ അതിൽ കാണുന്നുണ്ട്. ഈ ഒരു റീഡിങ് കാണുന്നതിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഒരേപോലത്തെ കാര്യങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ തുടർച്ചയായി വന്ന് അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് ഒരിക്കലും ഒരു മനുഷ്യന് കടന്നു പോകാൻ പറ്റാത്ത രീതിയിൽ കൂടെയൊക്കെ വളരെ വലിയ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് വന്ന ഒരു കൂട്ടം ആൾക്കാരെ ഞാൻ ഇതിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെന്ന് പറയുന്ന ആൾക്കാർ വളരെയധികം നർച്ചറിങ് ആണ്, കെയറിങ് ആണ്, മറ്റുള്ളവരെ നല്ലപോലെ കരുതലും. അത് തന്നെയാണ് നിങ്ങൾക്ക് പറ്റി പോകുന്ന ഏറ്റവും വലിയ കാര്യം. അതാണ് മറ്റുള്ളവർ നിങ്ങളെ അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കുന്നത്. നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന കരുതലായിക്കോട്ടെ, അവർക്ക് കൊടുക്കുന്ന സ്നേഹമായിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, അവരത് മുതലെടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് പറ്റിപ്പോകുന്നൊരു അബദ്ധം എന്ന് പറയുന്നത്. കാരണം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെന്ന് പറയുന്നത് വളരെ സ്നേഹത്തോടെയും കാര്യങ്ങൾ ഗൗരവത്തോടെ കാണുന്നതാണ്. ഒരു കള്ളത്തരം ചെയ്യുന്നത് ഇഷ്ടമല്ല. നിങ്ങൾ എങ്ങനെ നിൽക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെ നിൽക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. സ്ട്രെയിറ്റ് ഫോർവേഡാണ്. ഇപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓപ്പണായിട്ട് പറയുക, പറഞ്ഞു തീക്കുക, അതൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അത് വലിയ കാര്യം തന്നെയാണ്. അങ്ങനെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ശത്രുക്കളും കൂടുതലായിരിക്കാം. സ്ട്രെയിറ്റ് ആയിട്ട് എല്ലാ കാര്യം സംസാരിക്കുന്നവർ ഇഷ്ടപ്പെടാതിരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഓക്കെ, സോ ഇതാണ് നിങ്ങളുടെ ഓവറോൾ ഒരു ഇപ്പോഴത്തെ ഒരു എനർജിയും നിങ്ങളുടെ ഒരു ചെറിയൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാർഡ്സ് പ്രകാരം നിങ്ങളുടെ ലൈഫിലേക്ക് സന്തോഷകരമായിട്ടുള്ളതും നിങ്ങൾക്ക് വളരെയധികം നിങ്ങൾ സന്തോഷിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വരാൻ വേണ്ടിയിരിക്കുകയാണ്. വളരെ സ്നേഹത്തോടെ മേ ബി ഒരു ലേഡി അല്ലെങ്കിൽ ഒരു ജെൻസ്, ഞാനത് ജെൻഡർ വൈസ് പറയുന്നില്ല, പക്ഷെ ഒരാളുടെ സഹായം നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ലഭിക്കാം. വളരെയധികം സ്നേഹത്തോടെ കരുതലോടെ നിൽക്കുന്ന സഹായമാകാം, അല്ലെങ്കിൽ നിങ്ങളെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ നിങ്ങളുടെ കൂടെ കാണാം. ഓക്കെ, അതൊരു സ്നേഹം അങ്ങനെയുള്ള രീതിയിൽ, ഞാൻ പ്രേമം അങ്ങനെയുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ ഫ്യൂച്ചർ നല്ലതായിരിക്കണം, നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കണം, അടിപൊളിയായിട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ കൂടെ കാണാം. മേ ബി അത് ഒരാളായിരിക്കാം, ഒന്നിൽ കൂടുതൽ ആൾക്കാരായിരിക്കാം. ഓക്കെ, അതിപ്പോൾ ഞാൻ റിലേറ്റീവ്സിൽ നിന്നാണോ ഫ്രണ്ട്സിൽ നിന്നാണോ എന്ന് എടുത്ത് പറയുന്നില്ല. എനിക്ക് ഫ്രണ്ട്സിൻ്റെ എനർജി തന്നെയാണ് കൂടുതൽ അറിയാൻ പറ്റുന്നത്. നിങ്ങൾ അതുപോലെ സ്നേഹിക്കുകയും നിങ്ങൾ രക്ഷപ്പെട്ട് കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജി, ഒരു ഡിവൈൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. അത് വളരെയധികം നല്ല കാര്യം തന്നെയാണ്. അത് ചിലവർക്ക് ഇങ്ങനെ പറയുമ്പോൾ തന്നെ അറിയാമായിരിക്കും അത് ആരാണെന്ന്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സെലിബ്രേഷൻസ് വരുന്നുണ്ട്. സന്തോഷിക്കത്തക്ക വിധം ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് നിൽക്കുകയാണ്. ഓക്കെ, പക്ഷേ അതിലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തോടെ കടന്നു വരാൻ നിൽക്കുന്ന കാര്യങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ഒരു തീരുമാനം നിങ്ങളുടെ ജീവിതത്തിൽ എടുക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു, ആ എനർജി എനിക്ക് ഇന്നും കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ഒരു ഡിസിഷനായിട്ട് എന്തോ ഒരു കാര്യം വെയിറ്റിംഗ് ആണ്. നിങ്ങൾ ഒരു ഉറച്ച തീരുമാനം എടുത്താൽ മാത്രമായിരിക്കും മുന്നോട്ട് പോകാൻ സാധിക്കുക. എന്തോ ഒരു കാര്യത്തിൽ ഒന്നില്ലെങ്കിൽ ചിലവരുടെ ലൈഫിൽ അത് വന്നിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ മുന്നോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തോ ഒരു ഉറച്ച തീരുമാനം എടുക്കേണ്ടതുണ്ട്. അതായത് സ്വന്തം ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നേടണം, സ്വന്തമായിട്ട് മുന്നോട്ട് പോയി നല്ല ഒരു ഇൻഡിപെൻഡൻറ്റോടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യത്തിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള തീരുമാനം എടുക്കേണ്ടത് ആവശ്യമാണ്. ഇനി വളരെ താമസിക്കാതെ തന്നെ മുന്നോട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു അവസരമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമായിരിക്കാം വരുന്നതായിരിക്കും. ഓക്കെ, സോ അങ്ങനെ വരുന്ന സമയത്ത് അതിന് നിങ്ങൾ തീരുമാനമെടുത്ത് നിങ്ങളായിട്ട് ഇറങ്ങിയാൽ മാത്രമായിരിക്കും
അതിന് എന്തെങ്കിലും സക്സസ് ലഭിക്കുക. ഇപ്പോൾ ഓൾറെഡി ചിലവർക്ക് എബ്രോഡ് പോകാൻ വേണ്ടി നിൽക്കുന്നതായിരിക്കും, ചിലവർ നാട്ടിൽ തന്നെ എന്തെങ്കിലും ജോബോ സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരായിരിക്കും. സോ നിങ്ങളതൊക്കെ റിസർച്ച് ചെയ്യുന്നതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ നിങ്ങൾ റിസർച്ച് ചെയ്താലും അതിൻ്റെ പുറകെ എന്തൊക്കെ ഇൻഫോർമേഷൻ വേണം എന്ന് പറഞ്ഞ് നോക്കിയാലും ഒരിക്കലും നിങ്ങൾ നിങ്ങളെ തന്നെ ഡൗട്ട്ഫുള്ളായിട്ട് നിൽക്കാൻ പാടില്ല. കാരണം നിങ്ങളൊരു എനർജി സംബന്ധിച്ച് നിങ്ങൾക്കെല്ലാം തരാൻ യൂണിവേഴ്സ് തയ്യാറാണ്. നിങ്ങൾ സ്വന്തമായിട്ട് അത്രയും കോൺഫിഡൻസ് ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഏറ്റവും വലിയ വിജയം തന്നെയാണ്. അത് നല്ലൊരു കാര്യമാണ്. പക്ഷേ അതിൽ നിങ്ങൾ സ്വന്തമായിട്ട് തീരുമാനം എടുക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻഫോർമേഷനൊക്കെ എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ജോലി നോക്കുകയാണ്, റിസർച്ച് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല കാര്യമാണ്. അതിൽ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അതിൽ വലിയ ഒരു ഓപ്പർച്യൂണിറ്റി യൂണിവേഴ്സ് തരുന്നുണ്ട്. അതിൽ തീരുമാനമെടുക്കേണ്ടത് നിങ്ങളാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കാനായിട്ട് ഒരുപാട് പേരായിട്ട് അഭിപ്രായം ചോദിക്കുക. അത്ര അറിവുള്ളവരോട് അഭിപ്രായം ചോദിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്ത് കാര്യമാണോ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് അറിയാന്നുള്ള ഒരുപാട് പേരെടുത്ത് ചോദിക്കാതെ നിങ്ങൾക്ക് ഈ ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി എനിക്ക് ആ ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ കുറച്ച് ഇൻഫോർമേഷൻ കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ ഇയാളോട് ചോദിച്ചാൽ എനിക്ക് അതിനെപ്പറ്റി കുറച്ച് അറിയാമായിരിക്കും എന്നുള്ള രീതിയിൽ മാത്രം ആളുകളുമായിട്ട് അതിനെപ്പറ്റി സംസാരിക്കാൻ നിൽക്കുക. അല്ലാതെ വെറുതെ അഭിപ്രായം ചോദിക്കും പോലെ ഒന്ന് നോക്കിയാലെന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ നെഗറ്റീവ് തരാനും നിങ്ങൾ അതിൽ നിന്ന് പിന്തിരിക്കുക മാത്രമായിരിക്കും ആൾക്കാർ ശ്രമിക്കുക. സോ മുന്നോട്ട് എന്തോ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വരുന്നുണ്ട്. നിങ്ങളായിട്ട് ഇറങ്ങുന്ന എന്തോ ഒരു സിറ്റുവേഷൻ ഉണ്ട്. നിങ്ങളായിട്ട് ഇറങ്ങുന്ന എന്തോ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ ഒരു ഡിസിഷന് വേണ്ടിയിട്ട് സംതിങ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ ഡിസിഷൻ നിങ്ങൾ എപ്പോൾ നല്ല രീതിയിൽ എടുക്കുന്നുവോ ഓക്കെ, അത് ആലോചിച്ചിട്ട് വേണം. ഒരുപാട് ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ ഒരുപാട് ചോയ്സ് നിങ്ങളുടെ മുമ്പിൽ ഒരേ സമയം വരുമായിരിക്കാം. അതിൽ നിന്ന് നിങ്ങളാണ് സെലക്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് എന്ത് വേണം എന്നുള്ളത്. സോ എടുക്കുന്ന ഡിസിഷൻ അത് നിങ്ങളുടെ ഇഷ്ടപ്രകാരമായിരിക്കും. അവിടെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ തന്നെയാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്, മറ്റാരുമല്ല കൊടുക്കേണ്ടത്. ഓക്കെ, അതുകൊണ്ട് ഇത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് അവരെ വിട്ടു പോവേണ്ടി വരത്തില്ലേ, അല്ലെങ്കിൽ ഇവർ എൻ്റെ ശത്രുക്കളാകത്തില്ലേ എന്ന് വിചാരിച്ച് നിൽക്കരുത്. നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് അതിൽ നിന്ന് മുന്നോട്ട് പോകാനായിട്ട് നിൽക്കുക. കാരണം അങ്ങനെയുള്ള കുറച്ച് ബ്ലോക്കേജസ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. മേ ബി കുറച്ച് പേര് അങ്ങനത്തെ ഒരു ബ്ലോക്കേജസിൽ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെയുള്ള ബ്ലോക്കേജസ് ഒക്കെ മാറ്റുന്നതായിരിക്കും നല്ലത്. കാരണം കുറച്ച് പേര് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് നിങ്ങളെ നിരാശയാക്കാനായിട്ടും വേണ്ട എന്നും പറഞ്ഞ് പിന്തിരിപ്പിക്കാനുമായിട്ട് ഒരുപാട് എനർജീസ് വരുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. സോ നിങ്ങൾക്ക് അത് എന്താണോ തോന്നുന്നത് അത് പറയല്ല, നിങ്ങൾ ആലോചിച്ച് ചെയ്യുക. ചിലവരൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഒന്നും ചിന്തിക്കാൻ പോലും സമ്മതിക്കാതെ നിങ്ങളുടെ ഒരു വലയത്തിൽ തന്നെ ഇട്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഒരിടത്തും പോകണ്ട, ഇവിടെ നിന്നാൽ മതി, അല്ലെങ്കിൽ അവിടെ പോയില്ലായിരിക്കും രക്ഷപ്പെടുന്നത്, അവിടെ പോയി കഴിഞ്ഞാൽ കൊള്ളില്ല. കാരണം നിങ്ങളുടെ ഒരു അഭിപ്രായത്തിന് ആരും അവിടെ വില തരത്തൊരു സിറ്റുവേഷൻ വരുന്നുണ്ട്. സോ അതിന് സമ്മതിക്കാതെ നിങ്ങൾക്ക് എല്ലാം ഇപ്പം ഞാൻ പറയാം, ഇതിൽ ഏറ്റവും റീഡിങ്ങിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന കാര്യം നിങ്ങളുടെ ഡിസിഷൻ, നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ഡിസിഷൻ, നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ. അവിടെ ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ നോക്കുക. ആരുടെയും വാക്ക് കേൾക്കരുതെന്നല്ല, നിങ്ങൾക്ക് ഔചിത്യമാണെന്ന് തോന്നുന്ന ആൾക്കാരുടെ വാക്ക് മാത്രം കേൾക്കുക, ഡിസിഷൻസ് മുന്നോട്ട് എടുക്കുക. കാരണം അത്രയും പവർഫുൾ ആയിട്ടതും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതൊരു കാര്യത്തിൽ നിങ്ങളായിട്ട് ഇറങ്ങാൻ പോകുന്നുണ്ട്, നിങ്ങൾ അതിനെപ്പറ്റി റിസർച്ച് ചെയ്യുന്നുണ്ട്, അതർവൈസ് നിങ്ങൾക്ക് എന്തോ വരുന്നുണ്ട്. അപ്പോൾ വരുന്ന കാര്യത്തിൽ നിങ്ങൾക്കറിയാം ഇത് എൻ്റെ ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കും. ഓക്കെ, സോ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. നിങ്ങളുടെ ലൈഫിന് നെക്സ്റ്റ് ഘട്ടം എന്ന് പറയുന്നത് അതാണ്. ഇപ്പോൾ നിങ്ങളെന്ന് പറയുന്നത് വളരെയധികം ട്രാൻസ്ഫോർമേഷൻ പീരീഡിൽ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ചിലവരൊക്കെ സ്പിരിച്വൽ വൈസ് ആയിക്കോട്ടെ, ചിലവർ റിലേഷൻഷിപ്പ് വൈസ് ആയിക്കോട്ടെ, ഒരുപാട് വേദനകളും അടികളും പ്രശ്നങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ലൈഫ് എന്താണ്, റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കി അവനവൻ്റെ വാല്യൂ തിരിച്ചറിഞ്ഞ് നിൽക്കുന്ന ആൾക്കാർക്കാണ് ദൈവം ഇങ്ങനെയുള്ള അവസരങ്ങൾ മുന്നോട്ട് കൊണ്ട് തരുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റേജ് ആകുന്ന ഒരു സമയമാണ്, ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. സോ അതിലേക്ക് മുന്നോട്ട് പോവുക. നിങ്ങൾക്കുള്ള ഡിവൈൻ ബ്ലെസ്സിങ്ങും കാര്യങ്ങളും എല്ലാം നിങ്ങളുടെ കൂടെ തന്നെ കാണും. ഓക്കെ, സോ നിങ്ങൾ അതിൽ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ക്ലിയർ? അപ്പോൾ നമുക്ക് എന്തായാലും ഏഞ്ചൽ മെസ്സേജും കൂടെ നോക്കാം. ഇന്ന് എനിക്ക് തോന്നുന്നു വളരെ നല്ലൊരു റീഡിംഗ് ആണ്. കാരണം കുറേ ആൾക്കാരുടെ ലൈഫിൽ കുറേ കാര്യങ്ങൾ ചേഞ്ച് ആവുന്നുണ്ട്. എപ്പോഴും നമ്മൾ റിലേഷൻഷിപ്പ് വൈസ് അങ്ങനെ ഇങ്ങനെയൊക്കെയല്ല നോക്കുന്നത്. സോ നമുക്ക് നമ്മുടെ ലൈഫിനെ പറ്റി ഒന്ന് അറിയണമല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും ഏഞ്ചൽ മെസ്സേജ് നോക്കാം നിങ്ങൾക്കുള്ള. ഓക്കെ, എന്താണ് ഏഞ്ചൽ മെസ്സേജ്? സക്സസ് ഒക്കെ തരാൻ തയ്യാറാണ്, അത് നിങ്ങൾ എടുക്കും പോലെ ഇരിക്കുക എന്താണെന്ന് വെച്ചാൽ. ഓക്കെ, ഓപ്പർച്യൂണിറ്റി. ഓക്കെ, ഒരു കാർഡ് ഇതിൽ സക്സസ്, ഓപ്പർച്യൂണിറ്റി. ഓക്കെ,
ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ മുന്നിലേക്ക് അവസരങ്ങൾ വരുന്നുണ്ട്, നിങ്ങൾ തേടി പോകുന്ന അവസരങ്ങളുമുണ്ട്, അതിൽ ഒരുപാട് വിജയമുണ്ട്. അത് ശരിക്കുള്ളത് ഏതാണെന്ന് നിങ്ങൾ തന്നെയാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻസിന് ഇടയ്ക്കായിട്ട് ഒരുപാട് ആൾക്കാർ തടസ്സം നിൽക്കാൻ സാധ്യതയുണ്ട്, നിങ്ങളെ പിന്തിരിപ്പിക്കാനും സാധ്യതയുണ്ട്. സോ അതിലൊക്കെ നിങ്ങൾ ഒരുപാട് കുറച്ച് രീതിയിൽ ഡെസ്പ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ താക്കോലെന്ന് പറയുന്നത്, നിങ്ങൾ ജീവിക്കാനുള്ളത്. ഓക്കെ, ഇതാണ് ബോട്ടം ഓഫ് ദ ഡെക്ക് കിട്ടിയിരിക്കുന്നത്, താക്കോലെന്ന് പറയുന്നത് കാണുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ താക്കോലുള്ളത്. സോ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുക, മുന്നോട്ട് നന്നായിട്ട് പോവുക. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ താങ്ക് യു.